ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ ഷൂട്ട് ചെയ്ത സമയത്ത് അവിടെ ഭയങ്കര ആൾക്കൂട്ടം ബഹളമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് കാര്യവും അതൊക്കെ തന്നെയാണ്, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ലാലട്ടൻ വന്നപ്പോഴും ഇപ്പം കമൽ സാർ വന്നപ്പോഴും ഒരു നല്ല ക്രൗഡ്, അവർ വളരെ എന്താ പറയുക കോപ്പറേറ്റ് ചെയ്യുന്നൊരു ക്രൗഡ്. പ്രത്യേകിച്ചും തൊടുപുഴ എന്ന് പറയുന്നത് സിനിമാക്കാർക്ക്, അവർക്ക് സിനിമാക്കാരെന്ന് തന്നെ അന്യരൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഉണ്ട്. പിന്നെ ഈ സബ്ജക്റ്റിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു സിമ്പിൾ ഒരു കുടുംബത്തിൻ്റെ കഥ, രണ്ട് കുടുംബങ്ങളുടെ കഥ. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഒരു സിനിമ ആയതുകൊണ്ട് നമുക്ക് ഫ്രെയിമിൽ പോലും ഒത്തിരി വലിയ ആൾക്കൂട്ടമൊന്നും ആവശ്യമില്ല. ഞാൻ എപ്പോഴും അത് ബിലീവ് ചെയ്യാറുള്ള ഒരാളാണ്. നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിരിക്കും. വി ഡോണ്ട് ഹാവ് ടു ഗോ ടു മച്ച് അതിൻ്റെ പുറകിൽ, ബട്ട് നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടിയിരിക്കും. സോ അതിനെ നമ്മൾ എത്രമാത്രം നമ്മളുടെ 100% നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റണം, അത്രയും പാഷനേറ്റായിട്ട് നമ്മൾ ചെയ്യണം. അത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പുറത്ത് വരുമ്പം കിട്ടുന്ന ആ സന്തോഷം, ഐ തിങ്ക് അതിനേക്കാളും സന്തോഷം വരെ ഒന്നും കാണത്തില്ലെന്ന് തോന്നുന്നു. ഫൈനലി എനിക്ക് ജിത്തുവേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്, ബിക്കോസ് ജിത്തുവേട്ടനെ എനിക്ക് നല്ലോണം അറിയാം. സോ ആസ് എ ഡയറക്ടർ വർക്ക് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു, എല്ലാ ഡയറക്ടറിനോട് വർക്ക് ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. സോ ജിത്തുവേട്ടൻ്റെ കൂടെ ഫൈനലി വർക്ക് ചെയ്യാൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. Actually, we are basing the story in Tamil Nadu, but ഇപ്പോൾ ഈ വീട് തന്നെ കാണുവാണെങ്കിൽ ഇപ്പോൾ ദൃശ്യത്തിൽ ഷൂട്ട് ചെയ്ത വീടാണെങ്കിലും അതിൻ്റെ ലുക്ക് വേറെയാണ്. സോ വി ചേഞ്ച് ഇറ്റ് ടു ഷൂട്ട് ടാമിൽ ഇത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ബട്ട് ദിസ് വാസ് എ മാറ്റർ ഓഫ് കൺവീനിയൻസ്. ഞങ്ങൾ തെലുങ്കും ഇവിടെയാണ് വന്ന് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ കാശ് സേവ് ചെയ്യാം, എവിടെയൊക്കെ വാട്ട് ഈസ് പോസിബിൾ, വാട്ട് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ ഒരു പുതിയ സ്ഥലത്തോട്ട് പോയി പിന്നെ ഒരു പരീക്ഷണത്തിന് പകരം നമുക്ക് എന്താണെന്ന് അറിയാമായിരുന്നു. അതാണ് ഇറ്റ് വാസ് ബെറ്റർ ടു കം ഹിയർ. എനിക്ക് തോന്നുന്നു ദൃശ്യം എന്ന സിനിമ അല്ലെങ്കിൽ ഈ കഥ ഈ തൊടുപുഴ എന്ന് പറഞ്ഞ മലയോര ഗ്രാമത്തിൽ തന്നെ ചിത്രീകരിക്കപ്പെടാൻ അർഹിക്കപ്പെട്ടിട്ടുള്ളതാണ്. കാരണം ഇതിൻ്റെ കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം നൈർമല്യമുണ്ട്, ഗ്രാമത്തിൻ്റെ സൗന്ദര്യമുണ്ട്, നൈർമല്യമുണ്ട്. അവരത്രമാത്രം നിഷ്കളങ്കരാണ്. അവർക്കാണ് ഒരു വല്ലാത്തൊരു മൊമെൻറ്റിൽ ഒരു അപകടഘട്ടം വരുന്നത്. അപ്പോൾ അത്തരം നിഷ്കളങ്കമായ ആൾക്കാർക്ക് വരുന്ന ആ പർട്ടിക്കുലർ ഘട്ടത്തിലുള്ള അപകടസന്ധി എങ്ങനെ അവർ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും സിനിമയുടെ ഗതിയും. അത് ഈ ഗ്രാമത്തിലെല്ലാം ചിത്രീകരിക്കപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ. കാരണം ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ ലൊക്കേഷൻ കണ്ടു, മലയാളം പോലെ ആയിരിക്കും ചോദിച്ചിട്ട്. പക്ഷേ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ലൊക്കേഷൻസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവസാന നിമിഷം ഞങ്ങൾ ഇവിടെ തന്നെ എത്തിപ്പെടുകയായിരുന്നു. ഈ വീടും പരിസരവും ഈ കൃഷിക്കാരൻ്റെ ഒരു സ്ഥലവും അതിൻ്റെ ഒരു ജനിതക ഘടനയും എല്ലാം കൂടി ചേർന്നിട്ട് ഇവിടെ അത് ചിത്രീകരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. മറ്റൊരു ലൊക്കേഷൻ നമുക്ക് സ്യൂട്ടായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. പിന്നെ ഓഫ്കോഴ്സ് ഇത് നിയോഗിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് തോന്നുന്നു ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. കാര്യം തെലുങ്ക് സിനിമയും ശരിക്കും തൊടുപുഴ ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ തമിഴ് സിനിമയും. സോ ഓഫ്കോഴ്സ് ഇത് ഒരു ലക്കി പ്ലേസാണ് ഒന്ന്. അതിലുപരി ദൃശ്യം എന്ന സിനിമയുടെ അല്ലെങ്കിൽ കഥയുടെ നിയോഗം ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ വി ആർ ഡൂയിങ് ദാറ്റ്. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ആദ്യത്തെ ഷെഡ്യൂൾ കുട്രാലത്ത് ഷൂട്ട് ചെയ്തു. ഇവിടുത്തെ ക്ലൈമറ്റ് നല്ലതാണ്, ആൻഡ് ഇത് നമ്മുടെ നാടാണല്ലോ, അതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഒത്തിരി എളുപ്പമുണ്ട്. പിന്നെ നല്ലോണം പോന്നു. ഈ ഒരു ചെറിയ ക്രൂവിനെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ചലഞ്ചാണ്. പ്രത്യേകിച്ചും കമൽ സാറിനെ പോലുള്ളൊരു വലിയ ആർട്ടിസ്റ്റ് വന്ന് അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ. പക്ഷേ ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, സാധാരണ കമൽ സാർ ചെയ്യുന്ന സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതൊരു വളരെ സാധാരണക്കാരൻ്റെ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് വലിയ ഗിമ്മിക്സുകളോ കാര്യങ്ങളോ ഇതിൻ്റെ വിഷ്വൽസിനോ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ, വളരെ മൈൽഡ്, സാധാരണക്കാർ എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ദഹിക്കുന്ന തരത്തിലുള്ള വിഷ്വൽസ് ആണ് ഇതിന് വേണ്ടത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രൂസിനെ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിലപ്പുറത്തേക്ക് യാതൊരു ഗിമിക്സിൻ്റെയും കാര്യമില്ല. ഞങ്ങളുടെ ടീം തന്നെ തീരുമാനിക്കപ്പെടുകയും അതുകൊണ്ടാണ് ഇത്രയും വളരെ ചെറിയൊരു ടീം വെച്ചിട്ട് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത്. ഇത് തന്നെ ഇതിന് ധാരാളമാണെന്ന് എൻ്റെ അഭിപ്രായം.
എനിക്ക് ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതാണ് ഇഷ്ടം. കാരണം നമ്മുടെ നാടാണ്, അല്ല കേരളയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തെലുങ്കും ഇവിടെ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. വേറെ വീടാണെന്നേ ഉള്ളൂ, കേരളത്തിൽ തന്നെയായിരുന്നു ഷൂട്ട് ചെയ്തത്. എന്തുകൊണ്ടും നല്ലതാണ്, നമുക്ക് പരിചയമുള്ളത്, നമുക്ക് സംസാരിക്കാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാത്തിനും നല്ലൊരു നമ്മുടെ നാട് തന്നെയാണ്. സോ 3 സെറ്റും 3 ലൊക്കേഷനും ഇവിടെ ആയത് നന്നായി. തെലുങ്കിലും ഇവിടെ തന്നെയായിരുന്നു. എനിക്ക് പീപ്പിളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ കേരളം ആയതുകൊണ്ട് നമ്മുടെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി. സോ അത് വളരെ നല്ലൊരു കാര്യമാണ്. ആൻഡ് അതിൽ ഞാൻ വളരെ ലക്കിയാണ്. കാരണം എനിക്ക് ഒരു ലാംഗ്വേജസും അറിയില്ല ആക്ച്വലി. എനിക്ക് തമിഴ് കുറച്ചറിയാം, തെലുങ്ക് ഒട്ടും അറിയില്ല. സോ കേരളത്തിലായതുകൊണ്ട് ഇവിടെയുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ആശ്വാസമുള്ളത്. നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ഇതൊരു നല്ല സിനിമയായിട്ട് വരുന്നുണ്ട്. പിന്നെ അത് ഏത് ലെവലിലോടും എത്രത്തോളം ഓടുമെന്നൊന്നും നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് പറയാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊന്നുമില്ല, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം, അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ ദൈവം തന്നില്ലേ, അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ നന്നാവും. തമിഴ് കമൽ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, നല്ലൊരു പ്രൊജക്റ്റ് വന്നപ്പോൾ നമ്മൾ ചെയ്തു. എനിക്ക് മലയാളത്തിൽ ഇനിയും പല പ്രൊജക്റ്റുകൾ പ്ലാൻ ചെയ്ത് പാരലലി വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. മലയാളം തന്നെയാണ് നമുക്ക് കംഫർട്ടബിൾ. നമ്മൾ കംഫർട്ടബിൾ മീൻസ് നമ്മുടെ സ്വന്തം ലാംഗ്വേജ് ചെയ്യുന്ന അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ എഴുതി ഇടയ്ക്കൊരു തമിഴോ അല്ല അങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി വന്നാൽ തീർച്ചയായിട്ടും ചെയ്യണമെന്നുണ്ട്. ടു വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ, ഡിഫറെൻറ്റ് കൾച്ചർ, അല്ല അങ്ങനത്തെ ഒരു ബാക്ക് ഡ്രോപ്പിൽ വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾക്കിപ്പോൾ ഈ ഓണം ഇവിടെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് 2ാമത്തെ ഓണമാണ് ഞാനിങ്ങനെ സെറ്റിൽ ചെയ്യുന്നത്. ഇതിനു മുമ്പ് മൈ ബോസിനായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ ഇപ്പോൾ കമൽ സാറിൻ്റെ കൂടെ ഒരു ഓണം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു.